തിരിച്ച് റെഡിയായി ഞാൻ പുറത്തിറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊന്ന് ഓർഡർ കാര്യം തന്നെ മാത്രം ഇന്നലെയൊക്കെയായിട്ട് നല്ല മഴ പെയ്തുകൊണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ മഴ എങ്ങനെയാണ് പെയ്യാനിക്കാണ്ടും പെയ്യുമല്ലോ, അതേ ഒരു അവസ്ഥയിലാണ് ഇന്നലെയായിട്ട് ഇവിടെ പെയ്യുന്നത്. ഭയങ്കര ഒരു ആശ്വാസമുണ്ട്. ഇപ്പം കുറേ നേരമായിട്ട് പെയ്യുന്നുണ്ട്, അതും ചെറുതായിട്ട് ചാരുന്നുണ്ടോ നല്ലൊരു മഴയും പെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു കാർബനായിട്ട് കൊണ്ടേക്കാം. ചെറിയൊരു ചാറ്റിന് ഉണ്ട് കേട്ടോ. റോഡൊക്കെ കണ്ടില്ലേ. എന്തായാലും പോയിട്ട് ATM പോയിട്ട് ക്യാഷ് എടുത്തിട്ട് വേണം. മിക്കവാറും ഇപ്പം അടുത്ത് വിളിക്കുക, ഒരു അരമണിക്കൂറിൻ്റെ വിളിക്കും. സാധാരണ UAE ഇങ്ങനെ മഴ പെയ്യാറില്ല, അതെന്ത് പറ്റിയെന്തോ. അത് പിന്നെ മൊത്തം കൃത്രിമ മഴ കേട്ടോ, വേണം മൊത്തം. ആകെ ട്രാപ്പായിട്ടോ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, മഴ കാരണം ആകെ സീനായി കണ്ടിട്ട്. അവിടെല്ലാം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കാം. അപ്പം ഞാൻ ജസ്റ്റ് സാധനം വാങ്ങിയിട്ട് ആൾ വരെ വിളിച്ചിട്ടില്ല, എടുക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിട്ട് വിളിച്ചു കഴിഞ്ഞാൽ സാധനം വാങ്ങിയിട്ട് ഇപ്പോൾ ആൾ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വാങ്ങിക്കാനേ പറ്റുള്ളൂ. അവിടെ ഞാൻ ഈ സിറാജ് റെസ്റ്റോറൻറ്റ് കാണുന്നത് അറിയില്ല, റെസ്റ്റോറൻറ്റ് അവിടെയാണ് ഈ ലൊക്കേഷൻ പറഞ്ഞുള്ളത്. ആളവിടെ എത്തിക്കണമെന്ന് വിളിച്ചിട്ടുണ്ട്, പോയോ കേട്ടോ. യെസ്, ആളവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ ബൈക്ക് ഉണ്ടോ, അത് പോകേണ്ട ബൈക്കുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും സാധനം റിസീവ് ചെയ്യാം. ഇങ്ങനെ ഫൈനലി ഗൈസ്, നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഈ ഒരു ഐറ്റം നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണോ. കാരണം ഒരുപാട് കാലമായിട്ട് ഞാൻ ഇതൊന്ന് വാങ്ങണം എന്ന് വിചാരിച്ചു, കുറേ കാലമായിട്ട് നടക്കാം. അപ്പോൾ നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഐറ്റം കിട്ടിയപ്പോൾ ഞാനൊന്നും നോക്കില്ല, അങ്ങോട്ട് ചാമ്പി. പിന്നെ ഇത് തുറക്കാനിപ്പോൾ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ കാരണം എനിക്ക് ഡ്യൂട്ടീൻ്റെ ടൈം ആയതുകൊണ്ട് തുറക്കാൻ പറ്റില്ല. കാരണം ഇത് തുറന്നുകൊണ്ട് കാണിച്ചു തന്നു കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടിയുടെ ടൈം ഒരുപാട് നേരം. ഞാൻ ഈ ഡ്യൂട്ടി പോയി വന്നിട്ട് നാളെ രാവിലെ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലോ നമ്മൾ ഐറ്റം. പിന്നുള്ളൊരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് വീഡിയോ നിർക്കാൻ പറ്റില്ല, കാരണം മഴ കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ആൾ തിന്നിട്ടിൻ്റെ കയ്യിൽ തിന്നിട്ട് ക്യാഷിൻ്റെ കയ്യിൽ ആൾ പോയിട്ടുണ്ട്. ആൾ തരുന്ന വീഡിയോ നിർക്കാൻ പറ്റില്ല, കാരണം നല്ല മഴ വരുന്നുണ്ട്. പേടിച്ചോ? പേടിക്കണ്ട കേട്ടോ. ഇന്ന് ഗൈസ് എല്ലാവർക്കും മോൺ പെറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കത്തിങ് കൊണ്ടൊക്കെ എന്തായിരിക്കും അല്ലേ? കത്തിങ് കൊണ്ടല്ല, ഇതാണ് നമ്മളെ മെയിൻ സാധനം. ഇത് തുറക്കാനൊരു കത്തി, ചെറിയൊരു കത്തി ഒന്നും കിട്ടാത്തതുകൊണ്ട് റൂമിൽ പച്ചക്കറി കത്തി എടുത്ത് വന്നാണ്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഒരു പുതിയൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ കാലമായിട്ട് ഇതവിടെ വെച്ചേക്കാം, പേടിക്കണ്ട. കുറേ കാലമായിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ഐറ്റം. സത്യം പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞാൽ മേ ബി 2 കൊല്ലമായി ഉണ്ടാവും ഞാനിത് വാങ്ങിക്കണം എന്ന് ചോദിച്ചത്. പക്ഷേ വാങ്ങിക്കാൻ പറ്റാത്ത കുറേ സാഹചര്യവും പിന്നെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം വാങ്ങിക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ സാധനം. എന്താണെന്ന് ചിലപ്പം എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് പുതിയ ഒരു വയർലെസ് മൈക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. കണ്ടല്ലോ, ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. UAE നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ, നാട്ടിൽ നിന്നല്ല, UAE നിന്നാണ് വാങ്ങിച്ചത്. UAE-ത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനപ്പം ഒരു എന്താ പറയുക വയർലെസ് മൈക്കെല്ലാം ഇങ്ങനെ അൺബോക്സ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യം. ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ലത് വാങ്ങിക്കണം എന്നായിരിക്കും ആഗ്രഹം. പക്ഷേ നമ്മളെ ബുദ്ധിമുട്ടുകളായാലും ചിലപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഐറ്റം വാങ്ങിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ചില കാര്യത്തിൽ നമ്മൾ അതിന് തൃപ്തനായിരിക്കില്ല. കാരണം നമ്മൾ ആഗ്രഹിച്ച മറ്റൊന്നും വാങ്ങിക്കുന്നത് മറ്റൊന്നുമായിരിക്കും. അപ്പം നമ്മൾ ആഗ്രഹിച്ച ഐറ്റം കിട്ടാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിച്ച് അങ്ങനെ നമ്മൾ തൃപ്തനല്ലാണ്ട് നമ്മൾ കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടാവും. നമുക്ക് ഉള്ളിലൊരു സുഖം ഉണ്ടാവില്ല അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ഇത് എന്താന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ഐറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു കാഴ്ചപ്പാടിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചൊരു ഐറ്റമാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചൊരു ഐറ്റം എനിക്ക് നന്നായിട്ട് തോന്നിയത് കൊണ്ട് എനിക്കത് നിങ്ങളും കൂടെ അതൊന്ന് അറിയണമെന്ന് തോന്നി. കാരണം ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതുപോലൊരു ഐറ്റം, അതും ഡ്യുവൽ മൈക്കാണ് ഇതിന് വരുന്നത്. ഡ്യുവൽ മൈക്കും കാര്യങ്ങളും പിന്നെ കുറേ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് കേട്ടോ ഇതിന്.
എന്തായാലും തുറന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് ഇതൊരു അൺബോക്സിങ് വീഡിയോ പിന്നെ നിങ്ങളെ കൂടെ ഇതൊക്കെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം റോഡ് മൈക്ക് പിന്നെ അതുപോലെ DJയുടെ കുറേ മൈക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ്. സാധാരണ ഒരാൾക്ക് നോർമൽ ഒരാൾക്ക് അല്ലെങ്കിൽ വ്ളോഗിങ്ങോ വീഡിയോസോ അല്ലെങ്കിൽ റീൽസോ എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വാങ്ങിക്കാൻ കുറേ താല്പര്യമുണ്ട്. പക്ഷെ ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് അത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു സങ്കടപ്പെടുന്ന കാര്യം. കാരണം അവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് ചിലപ്പോൾ അവരെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇപ്പോൾ റോഡിൻ്റെ ആണെങ്കിൽ തന്നെ നാട്ടിലത്തെ ഒരു 30 അടുത്ത് വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതേപോലെ തന്നെ DJ ആണെങ്കിലും ഒരു 25-20 ആ ലെവലിന് അതും വരുന്നുണ്ട്. അപ്പം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മൈക്ക് വാങ്ങിക്കുക, അതും നല്ല മൈക്കാവണം. എന്നാൽ കിടിലം റോഡിനെ വല്ലോന്ന് ചോദിച്ചാൽ റോഡിൻ്റെ അടുത്തെത്തുന്ന വേണമെങ്കിൽ പറയാം. റോഡിന് വല്ലോന്ന് ചോദിക്കാൻ ഞാൻ റോഡിയോ യൂസ് ചെയ്തില്ല. റോഡിന് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം ബ്രിട്ടീഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായി നമ്മൾ കണ്ടിട്ടുള്ളൂ. കാരണം ഇവിടെ ജസ്റ്റ് ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കാണും റോഡ് എന്ന് പറഞ്ഞിട്ട്. കാരണം അത്രയും പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് റോഡ് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് അവർക്ക് നോർമലായിട്ട് അവർക്കത് വാങ്ങിക്കാനുള്ള ഒരു ഇതുണ്ട്, പവറോ അല്ലെങ്കിൽ അവർക്കത് വാങ്ങിക്കാനുള്ള പൈസയോ കാര്യങ്ങളോ എന്താ വെച്ചാൽ അവർക്കതുണ്ട്. പക്ഷെ ഇല്ലാത്തവർക്ക് പറ്റിയൊരു ഐറ്റം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ പൈസ ഉണ്ടെങ്കിൽ തന്നെ വെറുതെ കുറേ ക്യാഷ് കൊണ്ടേക്ക് കളയണ്ട, എന്നാൽ നല്ല അടിപൊളി സാധനം കിട്ടുമെങ്കിൽ പിന്നെ അതല്ലേ ഏറ്റവും ബെറ്റർ. അങ്ങനെ ഒരു ഐറ്റം എനിക്ക് തോന്നിയപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് ലുക്ക് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാ ഒരു അർത്ഥത്തിനും നമുക്ക് മനസ്സുകൊണ്ട് തൃപ്തനായിട്ട് നമ്മൾ വാങ്ങിക്കുമല്ലോ, ആ ഒരു ഐറ്റമാണ് ശരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം ഇനി ഞാൻ അധികം വലിച്ചു നീട്ടില്ല. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നമ്മൾ ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, കത്തി കണ്ടാലും പേടിക്കണ്ട, പെട്ടെന്ന് അൺബോക്സ് ചെയ്തോ. ആമസോണിന് ശരിക്കും ഇത് നൈറ്റിലാണ് വന്നത്. അന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട കാരണം ഞാൻ അന്ന് എനിക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴാണ് എനിക്ക് അതിനൊരു ചാൻസ് കിട്ടിയത്. ഇപ്പോൾ ഡ്യൂട്ടി ഉള്ളതാണ്, പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. ആമസോൺ ഗോവേ അപ്പോൾ ആമസോൺ പോയിട്ട് അപ്പോൾ ഇവനോ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്ക് മേടിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മ പറഞ്ഞ ഐറ്റം. എൻ്റെ മോനെ എന്ത് ലുക്കാന്നല്ലേ. ഹോളി ലാൻഡ് എന്ന് പറഞ്ഞുള്ള ഒരു വയർലെസ് മൈക്കാണ്. ഹോളി ലാൻഡ് ലാർക്ക് M1. ഓക്കെ, ഡിജിറ്റൽ വയർലെസ് മൈക്രോഫോൺ. അതാണ് നമ്മുടെ ഐറ്റം. കണ്ടല്ലോ, കാണാൻ നല്ല ക്യൂട്ടാട്ടോ. കാരണം ഞാൻ പെട്ടി തുറന്ന് അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഐറ്റം. സോ സിമ്പിളാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞാൽ നോയിസ് ക്യാൻസലേഷന്, അതേപോലെ പോർട്ടബിൾ ചാർജിങ് കേസ്. പോർട്ടബിൾ ചാർജിങ് കേസാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ലൈറ്റ് ആൻഡ് കോമ്പാക്റ്റ് ആണ്, വളരെ സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ട് കൊണ്ടുനടക്കാം. പോർട്ടബിൾ ചാർജിങ് കേസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളെ ഇയർ പാഡ് ഉണ്ടല്ലോ, നമ്മൾ ചെവിയിലൊക്കെ വെച്ചിട്ട് പാട്ട് കേൾക്കുമ്പോൾ ഇയർ പാഡ് ഉണ്ട്, അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊണ്ടുനടക്കാം. കാരണം നമുക്ക് അതിന് പറ്റിയ ചെറിയൊരു കേസ് ഉണ്ട്, അതിലിട്ട് വെച്ചാൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആവും. അതേപോലെ തന്നെ കേട്ടോ, അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആണ്. ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നുള്ളത് എന്താ വെച്ചാൽ HD ഓഡിയോസ് ആണ് ഇതിലുള്ളത് കേട്ടോ. 16 പൈസയിലുള്ള നല്ല ക്ലിയർലി നല്ല പെർഫെക്റ്റ് വീഡിയോസ് ചെയ്യാൻ പറ്റിയ നല്ല ഓഡിയോ ക്വാളിറ്റിയാണ് നമ്മളെ ഈ ഐറ്റത്തിൽ വരുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് നമ്മളെ ഐറ്റംസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ഇൻ്റർവ്യൂവിനൊക്കെ ബെസ്റ്റ് ആട്ടോ. ഇൻ്റർവ്യൂ, അതുപോലെ ബ്ലോഗിങ്, അതുപോലെ റീൽസ് എടുക്കുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ, അവർക്കൊക്കെ അടിപൊളി സംഭവം കേട്ടോ. പറ്റിയ ഐറ്റമാണ്. എൻ്റെ മോനെ ഒന്നും പറയല്ല, കേസിനെ കുറിച്ച് ഒന്നും പറയല്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഐറ്റം. ഓക്കെ, ഇതാട്ടോ, ഇതെടുക്കട്ടെ. കേസിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അടിപൊളി കേസ് എന്ന് പറഞ്ഞാൽ അടിപൊളി കേസ്. നമ്മളെ ഗോപ്രോ ഒക്കെ വാങ്ങിക്കൂടെ, എനിക്കിത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഗോപ്രോൻ്റെ ഒരു കേസ് ഉണ്ട്, അതുപോലെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മൈക്ക് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ മൈക്ക് ഇരിക്കുന്നത്. ഇത്രയും ഒരു ചെറിയൊരു പെട്ടിക്ക് നമുക്ക് കൊണ്ടുപോകാൻ ഈസി ടു ക്യാരി എന്ന് എപ്പോഴും പറയാൻ പറ്റുള്ളൂ. ഞാൻ
ഇത്രയും ചെറിയൊരു കേസിൽ നമ്മൾ മൈക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ഈസിയാണ്. കാരണം നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. മൈക്കാണെങ്കിലും എന്താണ് ക്യാമറ ആണെങ്കിലും നമുക്ക് എത്രയും നമുക്ക് ക്യാരി ചെയ്ത് പോകാൻ പറ്റിയ എങ്ങോട്ടും ക്യാരി ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഐറ്റം ആയിരിക്കണം നമുക്ക്. കാരണം അത് വെച്ചിട്ട് നമ്മൾ ബുദ്ധിമുട്ടാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഹോളി ലാൻസ്. നല്ല ക്യൂട്ട് കേസ് കേട്ടോ. കേസിനെ കുറിച്ച് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ ശരിക്ക് ഇവിടെ ഒന്ന് നോക്കിയാൽ തന്നെ കാര്യമുള്ളൂ. നല്ല അടിപൊളി ക്വാളിറ്റി, ഒരു രക്ഷയില്ല. ഇതിൻ്റെ സിപ്പാണെങ്കിലും അയ്യോ പെട്ടെന്ന് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടോ. ഇതിൻ്റെ കേസിനെ കുറിച്ച് ഒന്നും പറയാനില്ല. 100-ൽ ഒരു 99 മാർക്ക് ഞാൻ കൊടുക്കൂടി. ഓക്കെ, നല്ല അടിപൊളി കേസ്. അപ്പം ഞാൻ അത് ഓപ്പൺ ആക്കുന്നുണ്ട് പതിയെ. ഇത് കണ്ടല്ലോ നമ്മൾ ഇത് ഞാൻ ശരി ഞാൻ മാറ്റി വെക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഇത് ഓപ്പൺ ആക്കാൻ പോവാണ്. യെസ്, ഇതാണ് നമ്മുടെ ഐറ്റം. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് ആദ്യം മാറ്റി വെക്കാം. ഇത് കിടക്കട്ടെ. ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് നോക്കാം. കേസിൽ ഇതാ വിൻഡ് ഷീൽഡ് ഉണ്ട്. രണ്ട് വിൻഡ് ഷീൽഡാണ് നമുക്കുള്ളത് കേട്ടോ. ഇതിൽ 2 വിൻഡ് ഷീൽഡ്, നല്ല ക്യൂട്ട് വിൻഡ് ഷീൽഡ്. ഓപ്പൺ ആക്കുന്നില്ല. 2 വിൻഡ് ഷീൽഡ് ഉണ്ട്. ഓക്കെ, പിന്നുള്ളത് കേബിൾസ് ആണ് കേട്ടോ. ഇതിൽ 2 കേബിൾസ് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നോർമലി സി കേബിൾ ആട്ടോ. നോർമലി നമ്മളെ ഇപ്പോഴത്തെ ഫോണിനൊക്കെ സി കേബിൾ ആണല്ലോ. ഇത് സി കേബിൾ ആണിത്. ഓപ്പൺ ആക്കി കാണിച്ചു തന്നെ ഇതുണ്ടല്ലോ, സി കേബിൾ കാണുന്നുണ്ടോ എന്നറിയില്ല. സി കേബിൾ. ഓക്കെ, ഇത് നമ്മളെ മൈക്കയിൽ കണക്ട് ചെയ്യുക. ഇത് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യാം. ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റിയ കേബിൾസ് ആട്ടത്. അങ്ങനെ അത് മാറ്റി വെക്കാം നമുക്ക്. അപ്പം സി കേബിൾ. ഓക്കെ, പിന്നുള്ള കേബിള് നമ്മുടെ ഐറ്റം ലൈറ്റനിങ് കേബിൾ. ഓക്കെ, ഐഫോണിൽ കുത്താൻ പറ്റിയ കേബിൾ. ഓപ്പൺ ആക്കി വെച്ചാൽ കണ്ടല്ലോ, കാണുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടല്ലോ, നമ്മളെ ലൈറ്റനിങ് കേബിൾ. അപ്പോൾ ഡയറക്റ്റ് ഫോണുമായി കുത്താനുള്ള 2 കേബിൾസ് ആണ് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. ഇങ്ങനത്തെ കേബിൾ നമുക്ക് ഫോണായിട്ടും ചിലപ്പോൾ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ. പിന്നെ ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെപ്പറേഷൻ ഉണ്ട് കേട്ടോ. ഇതിന് ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങോട്ട് ഡാമേജ്, ഇതിൻ്റെ ഉള്ളിൽ ഐറ്റംസിന് ഡാമേജ് വരാണ്ടിരിക്കാനും പിന്നെ നമ്മൾ മൈക്കാണെങ്കിലും ഡാമേജും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായത്, നല്ലൊരു കാര്യം. പിന്നെ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ഐറ്റംസ് കൂടി കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ യൂസർ മാനുവലാണ് കേട്ടോ. അത് നമ്മൾ ഐറ്റം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ യൂസർ മാനുവലാണ്. ഇതൊരു ജസ്റ്റ് ഒരു ഗ്രീറ്റിംഗ് കാർഡാണോ. വി ആർ ഹിയർ ടു യു എന്ന് പറഞ്ഞിട്ട് അവരെ ഹോളി ലാൻഡ്സിൻ്റെ തന്നെ ഒരു ഗ്രീറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തായിട്ടുള്ളത്. കുറേ യൂസർ മാനുവലായിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് നോക്കാം. ഇതിലൊക്കെ യൂസ് ചെയ്യാം, ക്യാമറയിൽ യൂസ് ചെയ്യാം, പിന്നെ അതേപോലെ ഫോണിൽ യൂസ് ചെയ്യാം, പിന്നെ അതേപോലെ ഗോപ്രോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് നമുക്ക് ലാസ്റ്റ് നോക്കാം. നമ്മുടെ മെയിൻ സാധനത്തിലോട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ, യൂസർ മാനുവലി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും ഐറ്റംസ് നമ്മൾ കണ്ടല്ലോ. ഇത് മാറ്റി വെക്കാം കേട്ടോ. പിന്നെയുള്ള ഐറ്റംസ് നമ്മുടെ കേസ് ചാർജ് ചെയ്യാനുള്ള USB ചാർജിങ് കേബിളാണ് കേട്ടോ. സി ടൈപ്പാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കേസ് ചാർജ് ചെയ്യാനുള്ള നമ്മുടെ ഈ കേസ് കേട്ടോ, ഈ കേസ് ചാർജ് ചെയ്യാനുള്ള കേബിളാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഉള്ള 2 കേബിളും കൂടി കേട്ടോ. പിന്നെ നമ്മുടെ ഈ കേസിൽ 2 കേബിളും കൂടി ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമല് നമ്മളെ ക്യാമറ ടു മൈക്ക് ഇപ്പം DSLR ക്യാമറയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഗോപ്രോയോ അങ്ങനത്തെ ക്യാമറയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കേബിൾ കേട്ടോ ഈ കാണിക്കുന്നത്. 2ൻ്റെയും എൻഡ് സെയിം ആയിരിക്കും. പിന്നെ വരുന്നത് TRS2. ഇത് TRS to TRS ആണ് കേട്ടോ. പിന്നെ ഈ ഒരു കേബിൾ വരുന്നത് TRS to TRRS ആണ്. ഓക്കെ, TRRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മൈക്കിൽ കണക്ട് ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം സാംസങ്ങിൻ്റെ പഴയ ഫോണിനൊക്കെ ഒരു വേറെ ടൈപ്പ് തന്നെ ഒരു പിന്നാണ് വരുന്നത്. ആ ഒരു പിന്ന് നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡാപ്റ്റർ വാങ്ങിക്കുക.
അത് ജസ്റ്റ് ഇതിലൊന്ന് കണക്ട് ചെയ്യാം. അതിൻ്റെ ബാക്കിൽ ഈ ഒരു പോർട്ടായിട്ട് ഉണ്ടാവും. ആ പോർട്ടിൽ ഇത് കയറ്റുക, എന്നിട്ട് നമ്മളെ ഫോണിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ആവും. ഓക്കെ, അപ്പം അതിന് പറ്റിയൊരു കേബിളാണ് ഈ കാണിക്കുന്നത്. ശരിക്കും എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എന്താണ് ഈ TRS TRRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ കേസ് ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേസ്. ഇത് കൊണ്ടെടുക്കാൻ അത്രയും ക്യൂട്ടാണ്. അപ്പം നമ്മളെ ബാക്കി ഐറ്റംസ് ഒക്കെ നമുക്ക് നമ്മളെ ബോക്സൊക്കെ തന്നെ ആക്കാം കേട്ടോ. ബോക്സിലാക്കിയതിന് ശേഷം നമ്മൾ മെയിൻ ഐറ്റം നമ്മളെ കിടുക്കാച്ചി ഐറ്റം ആയ നമ്മുടെ ഹോളിനാൻ്റെ ലാർക്ക് M എന്ന് പറഞ്ഞാൽ പേരൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ലാർക്ക് M എന്ന് പറഞ്ഞാൽ മൈക്കിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഐറ്റംസൊക്കെ ഇതിനുണ്ട്, ബാക്കി ഐറ്റംസൊക്കെ. ഫസ്റ്റ് തന്നെ ഇതിനൊരു കവറിങ് വരുന്നുണ്ട്. ഈ കവറിങ് നമുക്ക് നൈസായിട്ട് മാറ്റാം. ഓ എൻ്റെ മോനെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന് വാക്കുകളില്ല പറയാം. അത്രയ്ക്ക് ക്യൂട്ട്നെസ് ആണ്, അത്രയ്ക്ക് ക്യൂട്ട്നെസ്. അതുപോലെ തന്നെ ഇത് കാണുന്ന അതേപോലെ തന്നെ കേട്ടോ ഇതിൻ്റെ വർക്കിങ്ങും. കിഡിലും വർക്കിംഗ് എന്ന് പറഞ്ഞാൽ കിഡിലും വർക്കിംഗ് ആണ്. മൈക്കിൻ്റെ ക്ലിയർനെസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അനുഭൂതമാകും. കാരണം ഇത്ര വില കുറവിൽ ഇത്ര നല്ല മൈക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. അത്രയും ക്യൂട്ട്നെസ്സാണ്. അതുകൊണ്ട് നമ്മളെ ഇയർബഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പോർട്ടബിൾ ചാർജിങ് കേസ് ആണ് ഇത് വരുന്നത്. ഉണ്ടല്ലോ, ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇയർബഡ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെ നമ്മൾ മൈക്ക് എടുക്കാം. ഓക്കെ, 2 മൈക്കും ഒരു റിസീവറും ഉണ്ടല്ലോ. പിന്നെ അതാ 4 പുള്ളി കാണിക്കുന്നുണ്ട് അവിടെ. ഇത് കാണുന്നുണ്ടോ അറിയില്ല. ജസ്റ്റ് ഓപ്പൺ ചെയ്താണ്ട് അടച്ചു കഴിഞ്ഞാൽ ലൈറ്റിങ് കാണിക്കും. ഓക്കെ, ഈ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിൽ എത്ര ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്നു. ഇതിലിപ്പോൾ ഫുള്ളായിട്ട് ചാർജ് ഉണ്ട്. 4 പുള്ളിയാണ് ആകുള്ളത്. ആ 4 പുള്ളിയും കത്തിയിട്ടുണ്ട് കണ്ടോ. ഓക്കെ, ഒരു രക്ഷയില്ല. എന്തായാലും കേസ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി കേസ്. പിന്നെ ഇതാ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഐറ്റം. എൻ്റെ മോനെ, ഇത്ര ക്യൂട്ട്നെസ് ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. കാരണം റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയൊരു ഇതിന്റെ മൈക്ക് തന്നെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നല്ല വലിയ മൈക്കാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ വളരെ ക്യൂട്ടാണ്. കണ്ടോ, ഇത് ശരിക്കും ഇവിടെ വെച്ചിരിക്കുന്നത് തന്നെ അറിയില്ല സത്യം പറഞ്ഞാൽ. അത്ര ചെറിയൊരു മൈക്കാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ഉണ്ട് എന്ന് തന്നെ അറിയില്ല, മൈക്ക് ഉണ്ടെന്ന് പോലും അറിയില്ല അല്ലേ. ചെറിയ മൈക്ക് വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു കാരണം കൂടി കേട്ടോ ഞാനത് വാങ്ങിക്കാനുള്ള മെയിൻ കാരണം. കാരണം മൈക്കയുടെ സൈസ് വളരെ കുറവാണ്. 2 സ്റ്റിക്കറൊക്കെ ഉണ്ട് പുതിയതായിരുന്നു കേട്ടോ. മൈക്കയുടെ ടോക്കിങ് കേൾക്കണം, അവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്. പിന്നെ എന്താ പറയുക, ചാർജിങ്ങിൻ്റെ ഇവിടെയും ഒരു സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. ഇത് മൈക്ക് പുറത്തെടുക്കണം. പിന്നെ റിസീവർ കണ്ടല്ലോ, 3 ഐറ്റംസാണ് നമ്മുടെ ഇതിലുള്ളത് കേട്ടോ. ഇതിൻ്റെ യൂസിങ് കാര്യം നമുക്ക് കാണിക്കാം. നമ്മുടെ കേസിൽ 4 പുള്ളി ചാർജ് ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ മൈക്ക് ഇതാ പച്ച കത്തി നിൽക്കുന്നുണ്ട്. ബാക്കി കാര്യം ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഇത് കണക്ട് ചെയ്തിട്ട് ഫോണിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പുറത്ത് പോയിട്ട് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ഞാൻ ഇത്രയും ആയിട്ട് അരച്ചിട്ട് മീൻസ് ഞാൻ ഇത്രയും വലിയതാക്കി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റി പറഞ്ഞിടുന്നില്ലാന്നുണ്ടെങ്കിൽ മൈക്കിൻ്റെ സൗണ്ടും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ഫുൾ ലൈറ്റ് എങ്ങാണ്ട് കിടക്കേണ്ടത് കയ്യിൽ. എന്തായാലും പോയി നോക്കാം. ബാക്കി ഞാനിത് കണക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്ന് പറഞ്ഞു കേട്ടോ. ഇത് എത്ര ഡിസ്റ്റൻസിൽ കിട്ടും, പിന്നെ അതേപോലെ ഇതിൻ്റെ പ്രൈസിങ് എന്താണ്, ഈ ഒരു കേസ് നമ്മൾ ഒരു മൈക്ക് എത്ര ചാർജ് നമുക്ക് കിട്ടും, അതുപോലെ നമ്മൾ ഈ കേസ് ടോട്ടലായിട്ട് എത്ര ചാർജ് നമുക്ക് തരും, ആ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആദ്യം ഇത് കണക്ട് ചെയ്തിട്ട് പുറത്ത് പോയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, പുറത്തെത്തിയിട്ടോ നമ്മൾ വീഡിയോൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് തൊട്ടല്ല ഈ ഏരിയ കൂടെ വണ്ടിയൊക്കെ പോകണമാണ്. എന്നാലും അധികം വണ്ടിയൊന്നും പോകില്ല. ആൾക്കാരാണെങ്കിലും അധികം നടക്കാത്തൊരു ഏരിയ, നടക്കും പക്ഷേ എന്നാലും അധികം ആൾക്കാരുണ്ടാകാത്തൊരു ഏരിയ ബസ് സ്റ്റേഡിൽ തോന്നും. എനിക്ക് ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ കുറച്ച് ലോങ്ങിലൊക്കെ പോകുന്ന ഒരു ഏരിയ. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മൈക്ക് അതിൽ ഫിറ്റ് ചെയ്ത് എങ്ങനെയാണ് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പോക്കറ്റിലാണ്. പിന്നെ ഇത്രയും ഈസി ടു ക്യാരിയാണ് നമ്മൾ ഐറ്റം ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഐറ്റം. അത് പോക്കറ്റിട്ടാണ് പോകുന്നത്. ഭയങ്കര ഈസിയാണ്. ഒരു ഇയർപാഡ് എങ്ങനെയാണെന്ന് കൊണ്ടുള്ളത് അത്രയും ഈസി ആയിട്ടുള്ള ഒരു ഐറ്റം. പിന്നെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന നമ്മൾ മൈക്കോടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കണക്ട് ചെയ്യാൻ വേണ്ടി
നിങ്ങൾ കേൾക്കാൻ പോകുന്ന സൗണ്ടല്ല നമ്മുടെ ഈ ഒരു മൈക്കിലോട്ടുള്ളതായിരിക്കും കേട്ടോ. ഇത് ഞാൻ വെച്ചിട്ടില്ല. ഇതിപ്പോൾ ഇത്ര ഡിസ്റ്റൻസിലുള്ള ഒരു സൗണ്ടായിരിക്കും നമ്മൾ കേൾക്കുന്നത്. നമ്മളെ കോളറിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം സൗണ്ട് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി കേൾക്കുന്നതൊക്കെ നമ്മളെ മൈക്കിലോട്ടുള്ള സൗണ്ട് ആയിരിക്കും കേട്ടോ. ഓക്കെ, അല്ല റിസീവർ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഫോണിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ മൈക്ക്. ഇത്രയും ചെറിയ ഐറ്റം കേട്ടോ. ഇപ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് കാണിക്കേണ്ടത്, ലൈറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് മൈക്കൊന്ന് വെച്ചിട്ട് സംസാരിച്ച് നോക്കാം. ഓക്കെ, ഇങ്ങനെ വെക്കുന്നതാണോ നല്ലത്, ഇങ്ങനെ വെക്കുന്നതാണോ നല്ലത്? ഐ തിങ്ക് ദിസ് ഈസ് ബെറ്റർ. ശരിക്കും മൈക്ക് കാണിക്കാണ്ട് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. മൈക്ക് ഏതാണെന്ന് കാണിക്കാണ്ട് ജസ്റ്റ് കോളറിലൊരു നമ്മളെ പെന്നിൻ്റെ ഒരു സ്ട്രിപ്പ് പോലെ ഇടുന്നൊരു ടൈപ്പിലുള്ള ഒരു മൈക്കാണ് എനിക്ക് ഇഷ്ടം. ഇപ്പോൾ ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നിങ്ങൾ കേൾക്കുന്ന നമ്മുടെ മൈക്കയുടെ വോയിസ് എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ വെച്ചാൽ കേട്ടോ. ഈ ഒരു ബ്ലൂ ലൈറ്റിൽ ഞാൻ നമ്മുടെ മൈക്കിൽ ഇപ്പം കാണിക്കുന്ന ഒരു ബ്ലൂ ലൈറ്റാണ്. ഈ ബ്ലൂ ലൈറ്റ് ഇൻഡിക്കേഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ നോയിസ് ക്യാൻസലേഷനൊന്നും ഇല്ലാത്തൊരു ടൈപ്പിൽ കേൾക്കുന്ന ഒരു വോയിസാണ് ഇപ്പോൾ ഈ ബ്ലൂ ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. ബ്ലൂ ഇൻഡിക്കേഷൻ കാണിച്ച് കഴിഞ്ഞാൽ നോർമൽ ഇപ്പം നമ്മളെ ഇവിടെ ചുറ്റിനും കേൾക്കുന്ന സൗണ്ടൊക്കെ നമ്മുടെ മൈക്കേ കൂടെ റിസീവ് ചെയ്തിട്ട് നമ്മളെ ഫോണിൽ കേൾപ്പിക്കും. പക്ഷേ ഇതിൽ വേറൊരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടൺ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൈക്കയുടെ ലൈറ്റ് ബ്ലൂ മാറിയിട്ട് ഒരു ഗ്രീൻ കളറാവുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഗ്രീൻ കളറായി മാറിയിട്ടുണ്ട് നമ്മളെ മൈക്കയുടെ ലൈറ്റ്. മൈക്കയുടെ ലൈറ്റ്. ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് ചുറ്റിനുള്ള വോയിസ്. ചുറ്റിനും ഇപ്പോൾ എന്തൊക്കെ വോയിസ് ഉണ്ട് നിങ്ങൾക്കല്ല, കുറേ വണ്ടികളുടെ വോയിസൊക്കെ എനിക്ക് ഇവിടെ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. നോയിസ് ക്യാൻസലേഷൻ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോക്കണ്ട. എത്രത്തോളം ഈ മൈക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ തന്നെ ഭയങ്കര അഫോർഡബിൾ പ്രൈസാണ്. കണ്ടല്ലോ, ഇപ്പം ടൈം ഒരുപാട് ലേറ്റ് ആയി കൊണ്ട് കേട്ടോ. ഇപ്പം ദുബായിൽ ടൈം ഇപ്പം വരുന്നത് 6:30 ആയിട്ടുണ്ട് കേട്ടോ ടൈം. അപ്പം രാത്രി വല്ല ഇതിലാണ്. അപ്പോൾ ലേറ്റ് അണയുന്നതിന് മുന്നേ എനിക്ക് വീഡിയോസ് എടുത്ത് തീർക്കണം. ഓക്കെ, അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കേസ് വരുന്നത്. ഒരു മൈക്കേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു മൈക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ബാക്കിലെല്ലാം വണ്ടികളൊക്കെ വരുന്നുണ്ട്. അടുത്ത മൈക്കയുടെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ശരിക്ക് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്, ഞാനിത് UAE നിന്ന് വാങ്ങിച്ചാണ്. UAE നിന്ന് 350 ദിർഹംസിനാണ് ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുള്ളത്. 350 ദിർഹംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഓയിലിൻ്റെ चैनल वन पेट्स पेट चैनल है पेट चैनल है काम कला सा ले नहीं है वो पेट का बोला था पेटे रूम इधर है അപ്പോൾ വണ്ടി ഒന്ന് ട്രാപ്പായിട്ട് ഇരിക്കുകയാണ്. ഈ വണ്ടി ഒന്ന് പോട്ടെ കേട്ടോ. ഇവരിവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ കാണുന്നതാണ് അവരുടെ റൂം. അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതുണ്ടോ. അപ്പോൾ ഇവരൊന്ന് പോയിക്കോട്ടെ. പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. बनाएगा आप इधर है काम इधर है रूम इधर है. ये आपका रूम है? हाँ स्टोर है. हाँ मैं इधर है, मैं इस साल को बिल्डिंग में. हाँ ओ लाजिम. टिकटॉक में नहीं है, यूट्यूब है. यूट्यूब में डालने के लिए हाँ यूट्यूब है, रील्स है, पूरा है. अच्छा सब है. हाँ सब्सक्राइबर कमती है. मैं स्टार्टिंग है, बहुत बिजी में ज़्यादा महीना में नहीं काम किया. वो अभी फिर भी റീസ്റ്റാർട്ട് करते हैं. അപ്പോൾ ഓക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേസ് വരുന്നത്. നമ്മുടെ കേസിൽ ഒരു 4 പുള്ളി ചാർജ് ഇപ്പം കാണിക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇത് വാങ്ങിയിട്ട് ഞാൻ കുത്തി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. 4 ഡോട്ടിൽ ചാർജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ചാർജിലാണ് നമ്മുടെ കേസ് കിടക്കുന്നത്. ശരിക്കും ഞാൻ വാങ്ങിച്ചത് ഒരു 350 ദിർഹംസിനാണ് UAE നിന്ന് ഞാൻ ഇത് വാങ്ങിച്ചത്. 350 ദിർഹംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് 7500 ലൈക്ക് ദാറ്റ്. ഓക്കെ, ഏതാണ്ട് 7500 ഉള്ളിലായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ഈ മൈക്ക വാങ്ങിക്കാൻ കിട്ടുന്നത് കേട്ടോ. ആമസോണിൽ അവൈലബിൾ ആണ്, അതേപോലെ ഫ്ലിപ്പിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്ത് വെക്കാം കേട്ടോ. 350 ദിർഹംസ് ഒരു A500 കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു മൈക്കാണിത്. കാരണം ഡ്യുവൽ മൈക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ്, ഇതിൻ്റെ പോർട്ടബിൾ കേസിങ്ങിന് ചാർജ് വരുന്നത്
ഈ ഒരു മൈക്ക്, ഈ ഒരു സിംഗിൾ മൈക്ക് 8 മണിക്കൂറാണ് കമ്പനി പറയുന്നത്. 8 മണിക്കൂർ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു മൈക്ക് എടുക്കുകയാണെങ്കിൽ അതൊരു 8 മണിക്കൂർ പിന്നെയും നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് ഇതിപ്പം 8 മണിക്കൂർ കഴിഞ്ഞ് ചാർജ് കഴിഞ്ഞു, നമുക്ക് ഇനിയിപ്പോൾ ചാർജ് ചെയ്യാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു കേസിയുടെ ഉപകാരം വരുന്നത്. ഈ കേസ് നമ്മൾ ഈ മൈക്ക് ഊരിയിട്ട് ഷെഫീഖ് ഭായ്, നമ്മൾ ഈ മൈക്ക് ഊരിയിട്ട് ഈ ഒരു മൈക്ക് ഊരിയിട്ട് നമ്മൾ ഈ ഒരു കേസിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആവും. ഇത് അങ്ങനെ ഈ ഒരു മൈക്ക് ഇതിൽ വെച്ചിട്ട് പിന്നെ നമുക്കിത് 20 മണിക്കൂറോളം യൂസ് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഓക്കെ, എന്തായാലും 28 മണിക്കൂറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ക്വാളിറ്റി ബേസ് ആണെങ്കിൽ ഇപ്പോൾ സൗണ്ടിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ തന്നെ അത്രയും എടുത്ത് പറയേണ്ടതായിട്ടുണ്ടാവും. കാരണം നിങ്ങളിപ്പോൾ കേൾക്കുന്നതൊക്കെ ഈ ഒരു മൈക്ക് എന്നുള്ള വോയിസ് ആണ്. അത്രത്തോളം ക്ലിയർ ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് സൗണ്ട് ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മൈക്കിൻ്റെ റേഞ്ച്, അതായത് സൗണ്ടിങ് റേഞ്ച്, നമുക്ക് എത്രത്തോളം ദൂരം പോയിട്ടും നമുക്ക് ഈ ഒരു സൗണ്ട് കട്ടാവാണ്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇനി ബാക്കിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും എൻ്റെ സൗണ്ട്. ഞാൻ ഇത്രയും ബാക്ക് പോകുന്നതോറും എൻ്റെ സൗണ്ട് കറക്റ്റായിട്ടാണ് കേൾക്കുന്നുണ്ടാവും. കുറച്ചും കൂടി ദൂരം പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇത് കട്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇങ്ങനെ ബാക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു 300 മീറ്ററോളം ബാക്ക് വന്നിട്ടുണ്ട്. ഒരു 400 മീറ്റർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സൗണ്ട് കട്ടാവുണ്ടോയെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് തിരിയുണ്ട് കേട്ടോ. ഇപ്പം കട്ടാവുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ തിരിഞ്ഞപ്പം എൻ്റെ സൗണ്ട് കട്ടായോന്ന് അറിയില്ല. കാരണം ഡയറക്റ്റ് ടു റിസീവർക്കുള്ള ഇങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കണക്ഷൻ പോകും. അപ്പോൾ ഞാൻ ഇനി തിരിയാൻ പോകുന്നു. ഇനി കേൾക്കുന്ന സൗണ്ട് നിങ്ങൾക്ക്, ഞാൻ പറയുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കണമെന്ന് അറിയില്ല. ഓക്കെ, ഞാൻ തിരിയാൻ പോകുന്നു. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ കുറച്ചുകൂടി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, നമ്മളെ റിസീവർ നമുക്ക് എത്രത്തോളം ഡിസ്റ്റൻസ് നമുക്ക് കേൾക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്ര ഇപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു 50 മീറ്ററോളം ഞാനിപ്പോൾ വന്നിട്ടുണ്ടാവും. 50 മീറ്ററൊക്കെ ഇത് കിട്ടുന്നുണ്ടെന്ന് വളരെ വലിയ കാര്യം കേട്ടോ. ഇത് ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കേണ്ടാവാൻ ചാൻസ് ഇല്ല. ഞാൻ ഇപ്പോഴൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ എവിടെ നിന്നാണ് എനിക്ക് ആ സൗണ്ട് കറക്റ്റ് വരുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോഴൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, ഞാൻ സംസാരിച്ചുകൊണ്ട് നമ്മുടെ മൈക്കായിട്ടുള്ള കണക്ഷൻ എപ്പോഴാണ് വരുന്നത്, ചിലപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഏതാണ്ട് അടുത്തെത്തി. ഈ ഒരു ഗ്യാപ്പിൽ തന്നെ നമുക്ക് ഇത്രയൊക്കെ തന്നെ ആവശ്യമുള്ളൂ. നമുക്ക് ഇതിലും കൂടുതൽ ആവശ്യമൊന്നുമില്ല. നമ്മളെ കാണൂല. പിന്നെ അത്രയും ദൂരമൊക്കെ പോയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണുന്നു വേണ്ട. ക്യാമറയിൽ ഇതന്നെ ധാരാളമാണ്. അപ്പം എത്രത്തോളം ഡിസ്റ്റൻസിൽ നമ്മളെ മൈക്ക് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു വീഡിയോ എടുക്കുമ്പം, നമ്മളൊരു വ്ളോഗിങ്ങോ റീൽസോ എന്താണെങ്കിലും എടുക്കുമ്പോൾ നമുക്ക് വീഡിയോ ക്വാളിറ്റീൻ്റെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് വോയിസ് എന്നുള്ളത്. അതായത് വോയിസ് എത്രത്തോളം ക്ലിയർ ആണോ അതുപോലെ വീഡിയോ എത്രത്തോളം ക്ലിയർ ആണോ അപ്പോൾ കണ്ടിരിക്കാൻ ഒരു താല്പര്യമായിരിക്കും. ഈ ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റംസ്. ഞാനിപ്പോൾ ഇത് UAE നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. UAE നിന്ന് നിങ്ങളെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നൂണിലും പിന്നെ അതുപോലെ ആമസോണിലൊക്കെ, ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം നിങ്ങളെ ആരെങ്കിലും റിലേറ്റീവ്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ആയിട്ട് UAE ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് അവർക്ക് പൈസ അയച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരെ എങ്ങനെയാ വെച്ചാൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനം വാങ്ങിച്ചിട്ട് നാട്ടിലേക്ക് എത്തിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു ഒരു 10 രൂപ അല്ലെങ്കിൽ 10ൻ്റെ മുകളിൽ 10,000, അതില്ലെങ്കിൽ ഒരു 11,000 ആ ലെവലിലായിരിക്കും നാട്ടിലത്തെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. നിങ്ങൾക്ക് UAE നിന്ന് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ UAE നിന്ന് അത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും, നമ്മളെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. നമ്മുടെ മൈക്കയുടെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഒരു HD ക്വാളിറ്റി സൗണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്കിപ്പോൾ കേൾക്കുന്നുണ്ടാവുക. പിന്നെ മൈക്കയുടെ കുറച്ച് ഡീറ്റെയിൽസ് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ക്ലിക്ക് കൊണ്ട് തന്നെ നോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആവുന്ന ഒരു ടൈപ്പ് മൈക്കാണ് അത്. ഇപ്പോൾ ഈ ഒരു മൈക്ക് പച്ച ലൈറ്റിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് നോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആണ്. ഇവിടെ യെല്ലോ ബട്ടൺ കാണിക്കുന്നുണ്ട്. ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കണ്ടോ, ബട്ടൺ ഞാൻ നോക്കി. ഓക്കെ, ഇതിപ്പം നോർമലായിട്ട് നമ്മളെ പുറത്തുനിന്നുള്ള വോയിസൊക്കെ കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവേഷൻ ആയിക്കൊണ്ട് നിൽക്കുകയാണ്. പുറത്തുനിന്നുള്ള വോയിസും കാര്യങ്ങളൊക്കെ ഇതിൽ കേൾക്കും കേട്ടോ. പിന്നെ ഇത് നോക്കി കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നോയിസ് ക്യാൻസലേഷൻ ആവും കേട്ടോ. പുറത്തുള്ള വോയിസും കാര്യങ്ങളൊന്നും നമ്മളെ ഈ ഒരു മൈക്കിൽ കൂടെ കയറി വരില്ല. അപ്പം ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഒരു ഒറ്റ ക്ലിക്ക് തന്നെ നോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആവും കേട്ടോ. നമ്മുടെ മൈക്കയുടെ താഴെ ഭാഗത്ത് തന്നെ ചാർജ് ചെയ്യാനുള്ള പോർട്ടബിൾ ഉണ്ട് കേട്ടോ. ഈ ഒരു മൈക്ക് തന്നെ നമുക്ക്, ഈ ഒരു മൈക്കും നമ്മൾ ഈ ഒരു റിസീവർ നമ്മൾ ജസ്റ്റ് നമ്മൾ എങ്ങോട്ടേലും ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ രണ്ടുമായിട്ട് ഈ ഒരു കേസ് ഇല്ലെങ്കിലും ഈ ഒരു 2 റിസീവറും മൈക്കുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. സംഭവം പരിപാടി എടുക്കും. അപ്പോൾ ഞാനിത് മറന്നു പോയാലും എൻ്റെ പരിപാടി നടക്കും എന്തായാലും. ഈ ഒരു 2 സാധനം കയ്യിലുണ്ടായാൽ മാത്രം മതി. ഈ കേസ് നമ്മൾ മറന്നു വെച്ച് പോയാലും ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കി വെക്കാനുള്ള നമ്മളൊരു ബട്ടണും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മൈക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും അടിപൊളി മൈക്ക് 350 ദിർഹംസിന് എന്തുകൊണ്ടും വെർത്താണ്. ഇതിലും കുറഞ്ഞിട്ട് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. പക്ഷേ ക്വാളിറ്റി ബേസും കൂടി നമ്മൾ നോക്കണം, എത്രത്തോളം നമ്മളെ സൗണ്ടിൽ ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത്, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഐഡിയകളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് കണ്ട് അറിയിക്കുക. ഇത്തോളം ബെറ്റർ ആക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ട് പറയാം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയിപ്പിക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കിയിട്ട് ആൾ എന്ന ഓപ്ഷൻ നിൽക്കി കഴിഞ്ഞാൽ നമ്മൾ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അഡ്വഞ്ചർ വീഡിയോസും പെറ്റ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ തുടരെ വരും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ മുബാരി സൈനിങ് ഓഫ്.